അമേരിക്കയിൽ ആദ്യമായി വന്നപ്പോൾ ഒത്തിരി കൾച്ചറൽ ഷോക്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അമേരിക്കക്കാർക്കുണ്ടല്ലോ ഐസ് ഒരു വികാരമാണ്. ഒരു ഭ്രാന്തമായ ഒരു അഭിനിവേശം തന്നെയാണ് ഐസിനോട് ഇവർക്കുള്ളത്. ഇവിടെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കുടിവെള്ളമാകട്ടെ, അതുപോലെ തന്നെ ജ്യൂസ് ആവട്ടെ, കൊക്കക്കോള ആകട്ടെ ചോദിച്ചാൽ അവർ സെർവ് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. സത്യത്തില് ഒരു ഗ്ലാസ് നിറയെ ഐസും അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം പേരിന് ഡ്രിങ്ക്സും. നാട്ടിലാണെങ്കിൽ ഇങ്ങനെയാണ് സെർവ് ചെയ്യണതെങ്കിൽ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് എന്തായാലും ഉണ്ടാവും. സിനിമയാണെങ്കിൽ ഒരു കൂട്ടത്തല്ലിനുള്ള വകുപ്പ് തന്നെയുണ്ട്. എന്തിന് സിനിമയുടെ കാര്യം പറയുന്നു അല്ലെ? നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. കല്യാണപ്പന്തലില് ഒരു എക്സ്ട്രാ പപ്പടം ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ള റീസൺ പറഞ്ഞിട്ട് വധൂവരന്മാർ തമ്മിൽ തർക്കമുണ്ടാവുകയും വിവാഹമോചനത്തിലേക്ക് എത്തിയ അവസരങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇതൊരു സ്കാം ആയിട്ട് കരുതാത്തതെന്നല്ലേ? സത്യത്തില് നമ്മൾ പ്രതികരിക്കാത്തതിന് കാരണം എന്താന്ന് വെച്ചാല് ഇവര് ഇത് അൺലിമിറ്റഡ് റീഫിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഇവര് ഈ ഐസ് ഒരു ബ്രെയിൻ ഫ്രീസിങ് ആയിട്ടുള്ള സംഭവം കടിച്ചു പൊട്ടിച്ച് തിന്ന് ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു തമാശയായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. സത്യത്തില് യഥാർത്ഥ കാരണം എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. ഇവരൊരിക്കലും റഷ് ചെയ്തിട്ടല്ല ഒരു സാധനവും കൺസ്യൂം ചെയ്യുന്നത്. സാവകാശം സമയം എടുത്തിട്ടാണ് ഈ ഡ്രിങ്ക്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നത്. അത് റീഫില്ലബിളും കൂടി ആവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഈ ഐസ് ഇത്രയധികം വികാരമായത്. ആദ്യകാലങ്ങളിൽ ഐസ് ഒരു ലക്ഷറി ആയിരുന്നു. പിന്നീട് ഇവരുടെ ജീവിത ഭാഗമായി. എന്തായാലും നമുക്കിത് കംപ്ലൈന്റ് പറയാൻ പറ്റൂല. കാരണം എത്ര ചൂട് കാലമാണെങ്കിലും വൈകിട്ട് ഒരു ചായ, ചൂട് ചായ നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് നമ്മൾ പറയും ഉഷ്ണേന ശാന്തിന്ന്. അപ്പോൾ ഇവർക്കും വേണമെങ്കിൽ പറയാല്ലേ ശീതം ശീതേന ശാന്തിന്ന്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റീഫിൽ സംസ്കാരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിന് പകരം ഐസാണ് മുന്നിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ കേട്ടോ.